പണമില്ല, നിലമുഴുന്നത് പെൺമക്കൾ. ഈ തന്തക്കാളേക്ക് ഉഴുത എന്താ കുഴപ്പം? പിള്ളേരെ കൊണ്ട് അത് ചെയ്യിക്കാം, നാണമില്ല. ഞാൻ നിന്നോട് പറഞ്ഞു പറ്റൂല പറ്റൂല എന്ന് വെറുതെ കരഞ്ഞു കാണിക്കണ്ടേ. നീനകത്ത് ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് എടുത്തു വെച്ചു. നിങ്ങൾ ഇത് കാണണില്ലേ? പൈസ ഇല്ലാന്ന് നിന്നോടല്ലേ പറഞ്ഞേ? എല്ലാരും പൊക്കോട്ടെ, നമുക്ക് ഒറ്റ തവണ ഇല്ല, 2 തവണ ഇല്ല, ഞാൻ വിടൂല. ഒന്നേ തള്ളക്ക് പോകുന്ന വേണം, അല്ലെങ്കിൽ പിള്ളക്ക് പോകുന്ന ഇവിടെ കാണിക്കണം. നിങ്ങൾ കാണല്ലേ? നിങ്ങൾ മിണ്ടാതിരുന്നോട്ടാ പ്ലീസ്, എനിക്ക് ഭ്രാന്ത് കയറിയിരിക്കും. എനിക്ക് വിടൂല, നീ കരഞ്ഞു കാണിക്കേണ്ട, പൈസ ഇല്ല. എല്ലാവരും പോണം, എല്ലാരും പൊക്കോട്ടെ. എന്തോ ഇത് അപ്പുറം എപ്പുറം ആൾക്കാരുണ്ട് കേട്ടോ. ആൾക്കാരുണ്ടായിക്കോട്ടെ. എന്തോ ബഹളം ഇങ്ങനെയുണ്ടോ? ഒന്നേ നീ ഒന്നാണ് എന്നോട് ഒരെണ്ണായപ്പോ ഇങ്ങനെ. അപ്പൊ 2 പിള്ളേരുണ്ടെങ്കിൽ നീ എന്തായിരിക്കും ഇവിടെ? നീ സമാധാനം തരില്ല. വെച്ചിട്ടുണ്ട് പോണ്ട. പിള്ളേർ കൊച്ചിനെ കൊഞ്ചിച്ച് അവിടെ ഭക്ഷണമാക്കി വെച്ചേക്ക എല്ലാരും കൂടി. മക്കളെ, നമുക്ക് അടുത്ത വർഷം ടൂറിന് പോകാം കേട്ടോ. നേരെ നിൽക്കാനെ പറഞ്ഞു. തക്കിളി നീ മേടിക്കല്ലേ എന്റെ കയ്യിൽ നിന്ന് വെറുതെ. എല്ലാരും പൊക്കോട്ടെ, ഞാൻ വരുന്നില്ല, നമ്മൾ പറഞ്ഞാ മതി. മക്കളെ ഡാഡി മമ്മിയും കൂടെ കൊണ്ടുപോയി. നമുക്ക് ചുമ്മാ കൊച്ചിനെ നീ കളിക്കല്ലേ, കൊച്ചിനെ അടിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയുക കേട്ടാ. മക്കളെ കരയാതെ പോ, കരയാതെ പോ, തുടച്ചിട്ട് പോയെ, കരയല്ലേ. കൊഞ്ചിച്ച് വഷളാക്കി അവർക്ക് മുഴുപ്പിരാന്താ. കൊച്ചുങ്ങൾ ഓരോ ആവശ്യങ്ങൾക്ക് വാശി പിടിക്കാൻ അതിൻ്റെ രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓ, അവളിവിടെ കിടന്ന് തുള്ളാറുണ്ട്, ചാരി വേണം ചാരി വേണമെന്ന്. അതിനൊന്നും കുഴപ്പമില്ല. കൊച്ചുങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സമാധാനത്തിൽ പറഞ്ഞുകൂടെ? നടക്കാൻ അങ്ങോട്ട് പറഞ്ഞ എന്താ നിനക്ക് മനസ്സിലാവൂലാത്ത? എന്റെ പൊന്നു മോളെ, ഒന്നുമില്ലേറെ. എടി നിന്റെ ബസ് പോകൂട്ടാ. ക്ലാസ്സിലെല്ലാവരും ടൂറിന്, ഞാൻ മാത്രമുള്ള വിടണില്ല. ടൂറ് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പോവണ്ടാന്ന്? ടൂറ് പോണോന്ന്. ഇപ്പൊ അവള് പോട്ടെ, അവളങ്ങനെ പോകണ്ട. ഇവിടെ പറയണതൊക്കെ തുള്ളാൻ വിടാൻ ഇവിടെ പൈസ ഇട്ടുണ്ട്. ഇവിടെ പൈസ കെട്ടി വെച്ചേക്കാണോ? അവള് കരയണ കണ്ടില്ലേ? ആ കരഞ്ഞോട്ടെ, കുറച്ച് കരയുമ്പോ എന്താടി പറഞ്ഞ മനസ്സിലാവില്ലാത്ത? എന്താടി പറഞ്ഞ മനസ്സിലാവില്ലാത്ത? നാത്തൂനെ, ഞാൻ ഏട്ടനോട് പറഞ്ഞ പൈസ മേടിച്ച് തരാം. വേണ്ട, മാമ കണ്ട മാമ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. മാമ വാങ്ങിച്ചു തരണ്ട, നീ സ്കൂളിൽ പോവാൻ നോക്കിക്കേ. അതല്ലാന്നേ, അതുകൊണ്ടല്ല ഞാൻ ഈ പോണ്ടാന്ന് പറയണേ. പിന്നെന്താ, 3 ദിവസം കഴിഞ്ഞാലേ ടൂർ കഴിഞ്ഞ് പിള്ളേർ തിരിച്ചു വരുവുള്ളൂ. ഈ കാലം ചില മുകളിലോട്ട് ഈ പെണ്ണ് വെച്ച് ഒറ്റയ്ക്ക് പോകണ്ടേ? അവളുടെ ക്ലാസ്സിലെ ടീച്ചർമാരൊക്കെ ഇല്ലേ? ആ ടീച്ചർമാരൊക്കെ എങ്ങനെ ഉണ്ടാവും? അടിക്കും ഞാൻ. ഇവർക്ക് എന്താ പറഞ്ഞ മനസ്സിലാവൂലാത്തത്? അവള് പൊക്കോട്ടേന്ന്. കുറെ നേരമായില്ല തുടങ്ങിയത്. കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടാൻ നോക്ക്. നാത്തൂനെ, അവള് പൊക്കോട്ടെ. നീ എന്താ പറയണേ? നിനക്കൊരു കൊച്ചുണ്ടെങ്കിൽ നീ ഇപ്പൊ ഇത് പറയില്ല. പെറ്റായിരുന്നു എന്റെ തെണ്ണറിയാൻ പാടുള്ളൂ. സ്കൂൾ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ നിന്നെ നടത്തിക്കൊണ്ടുപോകും.
നിനക്കെന്താ പ്രശ്നം? എടി അവളെ ടൂറിന് വിടണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് തങ്കവും ക്ലീറ്റസും അല്ലേ? അത് അവരുടെ തീരുമാനമാണ്, അവരുടെ കൊച്ചല്ലേ. എന്നാലും നാത്തൂന് എന്തിനാ അങ്ങനെ പറഞ്ഞേ? ആ അത് അവള് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതാണ്. അതാലോചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അവളുടെ നാക്കിന് ഇല്ലല്ലോ. തക്കളി ഞാൻ മോളെ പോലെ അല്ലേ ഏട്ടാ നോക്കണേ. അപ്പൊ അവള് കരഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഇതെന്താ വിഷയം എന്നറിയാമോ? ടൂറിന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വരുള്ളൂ. അതുവരെ കൊച്ചിനെ കാണാതിരിക്കാൻ അവളെ കൊണ്ട് പറ്റില്ല. അതാണ് മെയിൻ വിഷയം. പിന്നെ മാത്രമല്ല, അവൾ പറഞ്ഞാലും കാര്യമുണ്ട്. കൊച്ചെന്തെങ്കിലും കാര്യത്തിന് കടന്ന് വാശി പിടിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ തന്തി തള്ളിയും പറയുന്നതിന് എന്ത് വില? അതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? ശരിയാ, അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. സ്വന്തം മക്കളാവുമ്പോഴല്ലേ ആ ഫീലിങ്സ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. നീ ഇനി അതന്നെ ആലോചിച്ചിരിക്കേണ്ട കേട്ടോ എൻ്റെ ജവന്തി. ഇനി ഇന്നത്തെ ദിവസം മൊത്തം അതന്നെ ആയിരിക്കും. ഇല്ലേ, ഞാൻ ഇനി അവളുടെ ഒരു കാര്യവും നോക്കാൻ പോണില്ല. അപ്പൊ പിന്നെ ഈ വഴക്കില്ലല്ലോ. നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അപ്പം ഞാൻ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലാവണില്ലേ? മനസ്സിലാവണ്ടോ ഇല്ലയോ? ഏട്ടാ ഒരു കുഴപ്പവും ഇല്ല.